ആംബുലൻസ് എന്ന വാഹനം രോഗിക്ക് പെട്ടെന്ന് അതീവമായിട്ടുള്ളൊരു ഗുരുതരാവസ്ഥയിലോ അല്ലെങ്കിൽ അവശ്യതായിട്ടുള്ള അവസ്ഥയിലോ ആശുപത്രിയിലെത്താൻ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണെന്ന് നമുക്കറിയാം. എന്തിനാണ് സൈറൻ മുഴക്കിക്കൊണ്ട് ആംബുലൻസ് ആ ഒരു സമയത്ത് പോകുന്നത് എന്ന് നമുക്ക് ഈ സൈറൻ വഴി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. പൊതുവെ 4 ടൈപ്പ് ഓഫ് സൈറനാണ് കണ്ടുവരുന്നത്. ഈ ഒരു സൈറൻ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ രോഗിയെ തേടിയുള്ള യാത്രയിലാണ്, അല്ലെങ്കിൽ രോഗിയെ എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്തോട്ട് ആംബുലൻസ് പോവുകയാണ്, വഴി മാറിത്തരണം എന്നാണ് ഈ ഒരു സൈറൻ സൂചിപ്പിക്കുന്നത്. അതീവ ഗുരുതരാവസ്ഥയിലുള്ള ഒരു രോഗിയെ കൊണ്ട് നമ്മൾ പോകുകയാണ്, അതുകൊണ്ട് നിങ്ങൾ അത്യാവശ്യമായി മാറിത്തരണം, നമുക്ക് രോഗിയെയും കൊണ്ട് ആശുപത്രിയിൽ എത്തേണ്ട അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വഴി മാറിത്തരണം എന്നാണ് ഈ ഒരു സൈറൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സൗണ്ട് കേൾക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അപകടം നടന്നു, അവിടേക്ക് പോവുകയാണ്, രോഗിയെ എടുക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ആ ഒരു അപകടമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് രോഗിയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്, വീണ്ടും ചിലപ്പോൾ തിരിച്ച് ഇതുവഴി വരാനുള്ള അല്ലെങ്കിൽ വീണ്ടും രോഗിയെ എടുക്കാൻ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഈ ഒരു സൈറൻ നമ്മളെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു സൈറനാണ് നമ്മൾ കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഗുരുതരാവസ്ഥയുള്ള രോഗിയാണ്, അല്ലെങ്കിൽ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണ്, അത് കൊണ്ടുപോവുകയാണ്, ആ സമയത്ത് നമ്മൾ മാറിത്തരണം. അപ്പോൾ നല്ല അത്യാവശ്യം ക്രിട്ടിക്കൽ കണ്ടീഷനാണ് എങ്കിലുണ്ടെങ്കിൽ ഈ ഒരു സൈറനാണ് നമുക്ക് കേൾക്കുന്നത്. ചില സമയത്ത് മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്ന സമയത്തും ഈ ഒരു സൗണ്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സൗണ്ടിൻ്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമുക്കറിയാം, ഇന്ന ആളിനെ കൊണ്ട് പോവുകയാണ്, അല്ലെങ്കിൽ ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണ് ആംബുലൻസ് പോകുന്നത്, അപ്പോൾ നമ്മൾ പെട്ടെന്ന് വഴിമാറി കൊടുക്കണം എന്നുള്ള ചിന്ത നമുക്കും കൂടി വരും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ഒരു ഇങ്ങനൊരു അവസ്ഥയാണെന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ഒരു സൈറനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പൊതുവേ നമ്മൾ ആംബുലൻസ് കാണുമ്പോൾ നമുക്ക് മാറിക്കൊടുക്കാനൊരു പ്രതീതി നമുക്കുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു സൈറൻ കൂടി മനസ്സിലാക്കുമ്പോൾ എന്ത് കണ്ടീഷനിലുള്ള രോഗിയാണ് അതിനകത്തുള്ളതെന്നും അതിന് വേണ്ടി പെട്ടെന്ന് ആക്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് പൊതുവേ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഇപ്പോൾ ഞാനിവിടെ പറയുന്നത്.